കോഴിക്കോട് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് നേഴ്സുമാർ മാർച്ച് നടത്തി. പിരിച്ചുവിട്ട നേഴ്സുമാരെ തിരിച്ചെടുക്കുന്ന നടപടി BJP നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പിൻവലിച്ചു. ഹോസ്റ്റലിൽ ഒഴിയാൻ നൽകിയ നിർദ്ദേശവും മാനേജ്മെന്റ് മരവിപ്പിച്ചു. എന്നാൽ ശമ്പള വർധന കാര്യത്തിൽ ധാരണയായിട്ടില്ല. നേഴ്സുമാരുടെ സമരം നാളെയും ഇതിനാൽ തുടരും. രമ്യാദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. യുഎൻഎയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ നഴ്സുമാരുടെ സമരം ഇന്ന് ശക്തമായി തന്നെയാണ് പുരോഗമിച്ചത്. രാവിലെ മുതൽ തന്നെ സിവിൽ സ്റ്റേഷന് മുന്നിൽ വളരെ ശക്തമായ ഒരു സമരം നഴ്സുമാരുടെ നേതൃത്വത്തിൽ നിന്ന് നടന്നിരുന്നു. തുടർന്നാണ് ബേബി മെമ്മോറിയലിലേക്ക്, അതായത് ബേബി മെമ്മോറിയലിൽ നിന്നും 2 നഴ്സുമാരെ പിടിച്ചുവിട്ടൊരു നടപടി ഉണ്ടായിരുന്നു. ഇതിനെതിരെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധമായി വൈകുന്നേരത്തോടുകൂടി ബേബി മെമ്മോറിയലിലേക്ക് യുഎൻഎയുടെ നേതൃത്വത്തിൽ നഴ്സുമാരെത്തുകയായിരുന്നു. തുടർന്ന് കൃത്യമായി തന്നെ BJP പ്രവർത്തകർ ഉൾപ്പെടെ ചർച്ച നടത്തുകയും നഴ്സുമാരെ തിരിച്ചെടുക്കുന്ന നടപടിയിലേക്ക് ആശുപത്രി മാനേജ്മെന്റ് മാറുകയുമായിരുന്നു. തുടർന്നും യുഎൻഎയുടെ നേതാക്കൾ ഉൾപ്പെടെ ആശുപത്രി മാനേജ്മെന്റുമായി ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ നമുക്ക് ജാസിം ഷാ നമ്മളോടൊപ്പമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തന്നെ കൃത്യമായി ഈ മാനേജ്മെന്റുകൾ ശമ്പള വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി തന്നെ ഇടപെടാമെന്നുള്ള വാക്കാണ് അധികൃതർക്ക് നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് നഴ്സുമാരെ പിരിച്ചുവിടില്ല, അതുപോലെ തന്നെ ഇവരുടെ ഹോസ്റ്റലിൽ കയറുന്നതിനുള്ള നടപടികൾക്കും കൃത്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ജാസ്മിൻ ഷായിൽ തന്നെ നമുക്ക് കൃത്യമായി ചോദിച്ചറിയാം. ഇന്നിപ്പോൾ ആശുപത്രി മാനേജ്മെന്റുമായി ചർച്ച നടത്തിയിരുന്നല്ലോ, എന്തൊക്കെയായിരുന്നു ഈ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്? തീരുമാനം ഇന്ന് ഉണ്ടായ പ്രത്യേകത പ്രശ്നങ്ങളെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ചർച്ച ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ BJP നേതാവ് പ്രകാശ് ബാബു അദ്ദേഹം ഇടപെട്ട് ഇവിടെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് അത് തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യിച്ചു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് അഭിജിത്തും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ ഇടപെടലാണ് ഇപ്പോൾ മറ്റൊരു ചർച്ച കഴിയുക. അതിലവർ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നടപടി എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ചർച്ച ഇത്ര ക്രിയാത്മകമായിട്ട് ഇടപെട്ടിട്ടുണ്ടാകാം. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അവർ വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഒത്തുതീർപ്പാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. കൂടാതെ ആശുപത്രി മാനേജ്മെന്റുമായി ശമ്പള വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിങ്ങൾ ചർച്ച നടത്തിയിരുന്നു. എന്താണ് മാനേജ്മെന്റ് ഇപ്പോൾ പറയുന്നത്? ഇപ്പോൾ ഒരു മാനേജ്മെന്റ് അവരുടെ മുന്നിൽ ഏക തടസ്സം KPH മാത്രമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ്റെ ബുദ്ധിമുട്ട് മാത്രമാണ്. അപ്പോൾ ഇതിനനുകൂലമായ നിലപാടെടുക്കാൻ, അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, കേരള പോലീസിൻ്റെ ഭാഗത്ത് വലിയ പോസിറ്റീവായ സംഗതി ഉണ്ടായി. അവരാണ് ഈ ചർച്ചയ്ക്ക് തുടർച്ചയായിട്ടുള്ള ഇടപെടൽ നടത്തിയത്. അപ്പം അവർ പറഞ്ഞത് തന്നെ അവർക്കിതിൽ എതിർപ്പില്ല. അവർ ഉടൻ തന്നെ ഹയർ അതോറിറ്റിയെ അറിയിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ അറിയിക്കാം. അവർക്ക് ഏക തടസ്സം നിൽക്കുന്നത് അവരുടെ സംഘടനയാണ്. ആ സംഘടനാ തടസ്സം ഉടൻ നീക്കം ചെയ്തിട്ട് നമ്മളുമായി ചർച്ചയിലേക്ക് എത്താം. ശമ്പള വർധന അനുഭാവപൂർവ്വം പരിഗണിക്കാം. അത് മാത്രമല്ല, അവർ പറഞ്ഞ 1330 രൂപ എന്നുള്ളത് നമ്മൾ ന്യായമായ ആവശ്യമാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഫേമിൽ നിന്ന് മുകളിൽ നിന്ന് ഒറ്റയ്ക്ക് തീരുമാനിക്കാനുള്ള പ്രയാസമുണ്ട്. അതെടുത്ത് അനുകൂലമായി ഉടൻ അറിയിക്കണം. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് യുഎൻഎയുടെ നാളത്തെ മുതലുള്ള ഈ സമരമാർഗങ്ങൾ എങ്ങനെയാണ്? സമരം ഞങ്ങൾ അനിശ്ചിതമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിടുന്നവരെ സമരം, അതായത് നാളെയും സിവിൽ സ്റ്റേഷന് മുന്നിൽ നിങ്ങൾ സമരം ഉണ്ടാവും. തീർച്ചയായിട്ടും സമരം. ഇപ്പോൾ ഇത്തരത്തിൽ ഈ നഴ്സുമാരുടെ ശമ്പള വർധന ചെയ്യുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ എങ്ങനെയാണ് സമരത്തിന് ഒഴിവാക്കും? സമരത്തിന് ഒഴിവാക്കി. ഇപ്പോൾ 343 ആശുപത്രികൾ കരാർ ഒപ്പിട്ടു. അത്രയും ആശുപത്രികളെ നമ്മൾ സമരത്തിന് ഒഴിവാക്കി. ഓക്കെ, ഇത് തന്നെയാണ് ജാസ്മിൻ ഷായും പറയുന്നത്. അതായത് ശമ്പള വർധനയാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം. ഇതിൽ കൃത്യമായി തന്നെ നടപടിയെടുക്കുന്ന ആശുപത്രികളെ ഇത്തരം സമരത്തിൽ നിന്നും ഇവർ പിന്മാറും. കൂടാതെ തന്നെ നാളെയും സിവിൽ സ്റ്റേഷന് മുന്നിൽ ഇവരുടെ സമരമാർഗങ്ങൾ തന്നെ ഇന്നും തുടർന്ന പോലെ നാളെയും ഉണ്ടാകും. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ പ്രശോഭനൊപ്പം രമ്യാദാസ്, ജനം.